ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. അങ്ങനെ പിറ്റേ ഷോക്കായിട്ട് ഈ കുട്ടീനെ ഓൾറെഡി നമ്മൾ എവിടെയോ കണ്ടമറിയാവുന്ന പിറ്റേ പറഞ്ഞിരിക്കുകയായിരുന്നു. അതേടാ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞായിരുന്നു. ആ എവിടെയാടാ കണ്ടിട്ടുള്ളത് എന്നെ അവർ ഓർക്കായിരുന്നു. അതെ ഓർക്കായിരുന്നു. എവിടെയാടാ നോക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞായിരുന്നു. എവിടെയാടാ നോക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ജിമിൻ പറഞ്ഞു, അതേടാ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ജിമിൻ ഒരു വീഡിയോ കാട്ടി. അതെ, ഹീറോയിൻ്റെ ഡാൻസ് വീഡിയോ. അതെ, സ്കൂളിലെ ഡാൻസ് വീഡിയോ, അതുമാതിരിയുള്ള കോളേജ് വീഡിയോസ്. അതൊരു വീഡിയോസ് ഫേമസ് ആണ്. ഹീറോയിൻ്റെ ഡാൻസ് വീഡിയോസ്, ഫ്രണ്ട്സിനെ കൂടെ ഡാൻസ് കളിച്ച വീഡിയോസ് ഫേമസ് ആണ്. അത് കൊണ്ട് ഹീറോയിൻ്റെ വീഡിയോസ്, പിന്നെ ചേട്ടൻ കൂടെ പാട്ടെല്ലാം പാടിയിട്ട് ഡാൻസ് വീഡിയോസ് അതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയാൻ തുടങ്ങി, ഈ കുട്ടിയല്ലേ നമുക്ക് കണ്ടിട്ടുള്ള. അതേടാ അങ്ങനെ പറഞ്ഞായിരുന്നു. പിറ്റേ ദിവസം ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതെൻ്റെ ചേച്ചിയാണ്. അതെ നിങ്ങൾ ആറാം ചോദിക്കാം, നിങ്ങൾ പ്ലേസ് എവിടെ? ഇന്ത്യയിലാണോ പ്ലേസ്? ആറാമോട് പറയാൻ തുടങ്ങി. ഇതാ മാപ്പ്, ഇതാ ബുക്ക്, ഇതെല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ആറാം കൊടുത്ത് ഇന്നെന്നാടാ ഇത് കൊണ്ടുവന്നത്? ഇല്ല, ഒരു വേള നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിച്ചെന്ന് തരാം. ജിമ്മിയൊക്കെ ഓൾഡ് ഞങ്ങൾ ചോദിക്കുമെന്ന് അറിഞ്ഞിട്ടാ. അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞായിരുന്നു ജിമ്മിൻ. ശരി, ഓക്കെ എന്ന് ഫോൺ നമ്പർ കൊടുത്തായിരുന്നു. ഇതാണ് പ്ലേസ് നമ്പർ, ഫുൾ ഡീറ്റെയിൽസ്. ഒരു ബുക്കുണ്ട്, അതിൽ ഫുൾ ഫോൺ നമ്പർ ഉണ്ട്. എല്ലാവരും ഫോൺ നമ്പർ. ശരി, ഓക്കെ, കോൾ ചെയ്ത് പറയാം. എനിക്ക് കോൾ ചെയ്താൽ ഇത് എൻ്റെ നമ്പറാണ്. പേര് നിൻ്റെ പേര് ഇതാണോ? ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ നാളെ പോകാം. എന്താ നാളെ പോകുമെന്ന്? അതെ, ഇല്ല, എൻ്റെ ചേട്ടന് വീട്ടിലേക്ക് പോകണം. അങ്ങനെ എൻ്റെ അത് മാത്രമല്ല അങ്ങനെ പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ എന്ന്. അങ്ങനായിട്ട് ഹീറോയിൻ്റെ ചേട്ടനോട് ഇന്ന് സംസാരിക്കാൻ. എന്താടാ പ്രശ്നമോ? എന്നാ ഇല്ലടാ പ്രശ്നവും അതൊന്നും. ഒരു ഗേൾ വന്നിരുന്നു. ഒരു സൗണ്ട് എടുക്കുക, മാം വന്നു. എന്താ മാമാ? ഞാൻ ഹീറോയിൻ്റെ ചേട്ടൻ ഷോമാക്കിൽ തീർന്നായിരുന്നു. അവിടെ ഒരു ഗേൾ വരായിരുന്നു, ആയിട്ട് നല്ല സ്റ്റൈൽ ഗേൾ എന്നായിട്ട് വന്നായിരുന്നു. ഡാഡി എന്ന് വിളിച്ച ഒച്ചത്തിൽ വരായിരുന്നു. അങ്ങനായിട്ട് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരായിരുന്നു. ഡാഡി എന്ന് വിളിച്ച സൗണ്ട് കേട്ടു. ഡാഡ് എവിടെയാണുള്ളത്? ഇന്ന് ടെൻഷനിൽ പറയായിരുന്നു. അതേകൊണ്ട് എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഒച്ചത്തിൽ പറഞ്ഞു വരാൻ തുടങ്ങിയ. അങ്ങനെ അർജുൻ ഷോമാക്കിലിരുന്നായിരുന്നു. ആ പെൺകുട്ടി യഥാർത്ഥ അർജുൻ നോക്കി അവിടെ സ്റ്റോപ്പായി. ഇവന് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ആളെ ബട്ടർഫ്ലൈ പറക്കാൻ തുടങ്ങി. അയ്യോ മാം, എന്ത് പറ്റി മാം? മാക്ക് എന്ത് മിഡല്ല റെഡ് കളറേ? അതൊന്നുമില്ല. ബാത്റൂം എന്നെ ഓട്ടോ മാംക്ക് എന്ത് ലൂസ് പിടിച്ചോ? ഇപ്പല്ലേ കുറച്ചിട്ട് വന്നാൽ. അപ്പോൾ കുറേ വർഷം മാംക്ക് എന്ത് പറ്റി? ഒന്നും അറിയില്ല. ബാത്റൂം പോയി. അയ്യോ, അവൻ ആൻസമായിട്ടുണ്ടല്ലോ, ക്യൂട്ടായിട്ടുണ്ടല്ലോ. അയ്യോ എനിക്ക് വിഷയാന്ന് മറന്നുള്ളിൽ പാട്ടുപാടായിരുന്നു. മാം എന്ന സെക്യൂരിറ്റി ഗേൾ വന്നാൽ. ശരി, ഓക്കെ എന്നായിട്ട്. അങ്ങനെ ഹീറോയുടെ ചേട്ടനെ കണ്ടിട്ട് അതാരാണ്? ഒരു ചെക്കനുണ്ടായിരുന്നു. ഇവനെ എനിക്കറിയുമല്ലോ. അങ്ങനെ ഇവിടെ ഹീറോയിൻ ചേട്ടൻ പറഞ്ഞു പോയി, ഞാൻ പോകുന്നടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ സ്കിമി ഇങ്ങോട്ട് മാം വിളിക്കായിരുന്നു. ശരി, അയ്യോ ഈ ബോസിൻ്റെ മോള്, അയ്യോ ടെൻഷനാക്കും. എന്താ പറ്റി മാം? നിൻ്റെ കൂടെ ഒരു ഹാൻസമായിട്ട് ഒരു ബോയ് ഉണ്ടല്ലോ, അതാരാ? ഹാൻസമായിട്ട് ബോയാ? ആരാ മാം? ഇപ്പോൾ അല്ലേ സംസാരിച്ച ഒരു ബോയ്, ഡ്രസ്സ് പർപ്പിൾ കളറുള്ള ഡ്രസ്സ്. അതാ എൻ്റെ ഫ്രണ്ട് അർജുനാണോ? സിംഗിളാണോ കമ്മിറ്റാണോ? എന്താ മാം ചോദിക്കുന്നത്? ഇല്ല, സിംഗിളാണോ കമ്മിറ്റാണോ? മാരേജ് ആയോ? ഇല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, സിംഗിളാണ്. എന്തിനാ മാം ചോദിച്ചത്? നിനക്ക് ഞാൻ പ്രൊമോസ് ചെയ്യാം. എന്ത് മാം പ്രൊമോസ് ചെയ്യാൻ പോവാ? അതെ, എനിക്ക് അർജുൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. അത് മാത്രമല്ല സിംഗിൾ. അതെ മാം, ഫുൾ ഡീറ്റെയിൽസ് പറയാതാണ്. അർജുനക്ക് ഇത് പിടിക്കും, അത് പിടിക്കും. അത് മാത്രമല്ല ട്രഡീഷണൽ ഗേൾ പിടിക്കും. അത് മാത്രമല്ല ഇങ്ങനെ കുറേ പറയാൻ തുടങ്ങി. ഇത് കേട്ടത് ബോസ് സിഒ വന്നു നോക്കുമ്പോൾ സിഒ വന്ന് കേൾക്കാൻ തുടങ്ങി. സിഒക്ക് ഷോക്ക്. ഇവൾക്ക് എന്ത് പറ്റി? സിഒക്ക് ഷോക്ക്. ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അതെ, ഈ സ്റ്റോറിയിൽ സെക്കൻഡ് ഹീറോയി. അതെ, ഹീറോയിൻ്റെ ചേട്ടൻ സെക്കൻഡ് ഹീറോ, ഈ പേര് സെക്കൻഡ് ഹീറോയാണ്. അയ്യോ ഇവൾക്ക് എന്ത് പറ്റി? മിയാ, എന്താ ഡാഡ്? നീ എന്താ ചെയ്യാ? ഡാഡ് ഇങ്ങോട്ട് വാ. ഡാഡ് എനിക്ക് കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലേ? അതെ ഡാഡ്, എനിക്ക് അർജുൻ ഇഷ്ടപ്പെട്ടു. അർജുന? അതാരാ? അച്ഛാ അത് ഇപ്പോൾ ഇങ്ങനെ ചോറയാൻ തുടങ്ങി. അച്ഛാ ഇവൾക്ക് എന്ത് പറ്റി? സെക്കൻഡ് കേട്ടായിരുന്നു. എന്താ അവിടെ നടക്കുന്നത്? സാർ ഇങ്ങനെ നടന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണോ? അവൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അർജുനെ കേട്ടായിരുന്നു. അർജുൻ ഇതാണ്, പഠിക്കുകയാണോ? ശരി, ഓക്കെ. അർജുൻ അങ്ങനെ കല്യാണം ഇല്ല. അവർ ഇപ്പോൾ പഠിച്ച ശേഷം ജോലിക്കാരെ പോയപ്പോൾ നോക്കുകയാണ്. ഇപ്പോൾ നോക്കില്ല, കുറേ ഗേൾസ് അർജുൻ പേർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്ക് എൻഗേജ്മെൻറ്റ് ചെയ്ത് വെക്കുക അച്ഛാ പ്ലീസ് അച്ഛാ എന്ന് ചൊറിയാൻ തുടങ്ങി. ഇവിടെ വെച്ച് എന്ത് ചെയ്യാൻ എനിക്കറിയില്ല, ടെൻഷനായി. ശരിടാ,
ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെയായിട്ട് വിളിച്ചായിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിനോട് പറയാൻ തുടങ്ങി നാളെ ടിക്കറ്റ് അവളോട് ബുക്ക് ചെയ്യാം, എനിക്ക് ആ പ്ലേസിൽ പോകണം. ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞു. ശരി നീ എൻ്റെ ടോർച്ച് ശരിക്കായില്ല അങ്ങനെ പറഞ്ഞ അച്ഛനോട് ടെൻഷനിൽ പോയി. ഓക്കെ നല്ല ചെക്കനായിരുന്നു, ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് പോയി. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയിൻ്റെ നാട്ടിലേക്ക് അർജുനെ കാണാൻ വേണ്ടി മിയ വന്നു അവിടെ ഹോട്ടലിൽ താമസിച്ചു. അർജുനെ നോക്കുകയായിരുന്നു. അങ്ങനെ അർജുനക്ക് പ്രപ്പോസ് ചെയ്യാൻ ഗേൾസ് ട്രൈ ചെയ്യുമ്പോൾ മിയാക്ക് ടെൻഷൻ അച്ഛനെ പിടിച്ച് തിരക്കായിരുന്നു. അച്ഛനെ പിടിച്ച് കില്ലെന്ന് തുടങ്ങി. അയ്യോ ഇവളെ കില്ലെന്ന് ടോർച്ച് ചെയ്യും, വാ പോവാം. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. ഹീറോയിൻ ട്രാൻസ്ഫർ ആയിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് മിയാക്ക് കുറച്ച് ട്രെയിനിങ് കൊടുത്തു. മിയാക്ക് ഇപ്പോൾ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം. മിയ പറയാൻ തുടങ്ങി എനിക്ക് അറിയാം, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനായിട്ട് ഹീറോയിൻ്റെ അച്ഛനമ്മക്ക് ഓക്കെയാണ്. ഹീറോയിൻ്റെ അച്ഛനമ്മ ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് അല്ല, ഒരു ലവ് മാരേജ്. ഓക്കെ നല്ല കുട്ടിയാണ്. ശരി ഓക്കെ അർജുനക്ക് മാരേജ് ആക്കി. കുറച്ച് നിങ്ങൾ റിച്ച് അല്ല, ഇപ്പോൾ എന്താ ചെയ്യുക, ഇത് ഓക്കെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് ചെയ്തു. ശരി മാരേജ് വെച്ചോളാം പറഞ്ഞു. രണ്ടുപേർ പഠിക്കാമെന്ന് മിയ പറഞ്ഞു. എനിക്ക് ഡയറക്റ്റ് മാരേജ് ചെയ്യും ഡാഡി പ്ലീസ് എന്ന് പറഞ്ഞു. ശരി ഓക്കെ ഡയറക്റ്റ് മാരേജ് എൻഗേജ്മെൻറ്റ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ല ദിവസം വരുന്നു, അപ്പോൾ മാരേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മിയയുടെ അച്ഛൻ അമ്മയോടെ ആയിരുന്നു. പിന്നെ കുറച്ചായിട്ട് ഓഫീസിൽ പോയായിരുന്നു. പിന്നെ കുറച്ച് മിയ പറഞ്ഞു എനിക്ക് കോളേജുണ്ട്. അങ്ങനെ കോളേജൊക്കെ വന്നു. കോളേജിൽ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞു. ഇപ്പോൾ മിയക്ക് മാരേജ്. പിറ്റേഴ്സ് മുമ്പ് ഫസ്റ്റ് കൊറിയൻ ഡേയ്സ് മസ്റ്റ് മാരേജ് ചെയ്തു. മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ അച്ഛനമ്മ എന്താ ചെയ്ത് കാര്യമുണ്ടു, മാരേജ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് മിയ ഫസ്റ്റ് പറഞ്ഞു കൊറിയൻ സൈസ് മാരേജ് വേണ്ട, ഫസ്റ്റ് ഇന്ത്യ സൈസ് മാരേജ് കഴിഞ്ഞ ശേഷം കൊറിയൻ സൈസ് മാരേജ് ആവാമെന്ന് മിയ പറഞ്ഞു. അർജുൻ്റെ അച്ഛനമ്മയ്ക്ക് ഓക്കെ എന്നായി. അത് ഇന്ത്യ സൈസിൽ ഫസ്റ്റ് മാരേജാണ്. അങ്ങനെ മാരേജ് ഇന്ത്യ സൈസ് മാരേജ് നന്നായിട്ട് നടന്നു. പിറ്റേഴ്സ് നമ്മൾ 7 പേര് വന്നായിരുന്നു. ഹീറോയിൻ തുള്ളി കളിക്കായിരുന്നു. നമ്മൾ പിറ്റേഴ്സ് വെച്ച് കണ്ടെടുക്കറിയാം. ഹീറോ അങ്ങോട്ടും പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഹീറോയിൻ അന്ന് ശ്രദ്ധിക്കുമായിരുന്നു ബോയ്സ്. ഇത് ഹീറോയിൻ്റെ അച്ഛനമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ ഇവർ നോക്കുന്നത് ശരിയില്ല, എടാ അർജുൻ എന്ത് ഇവൻ റിയാക്ഷൻ ഒന്നുമില്ലല്ലോ. ശരി ഓക്കെ നമ്മൾ ഹീറോയിൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് ശ്രദ്ധിക്കാനായിരുന്നു. വീഡിയോ ചെയ്യാൻ തുടങ്ങി അനിയന്. ശരി എന്നിട്ട് ആരായിട്ട് എല്ലാം നടന്നുമായിരുന്നു. പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. എവിടെയായിരുന്നു പിറ്റേഴ്സ് നമ്പർ പോകുന്നേ സൈഡിൽ. പിന്നെ കൊറിയക്ക് പോയി. കൊറിയ സൈസ് മാരേജുമായി എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയാണ് ഹീറോയിൻ.